കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരളത്തിൽ താമര വിരിയിച്ച് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് സുരേഷ് ഗോപി. സഹസ്ഥാനാർത്ഥികളായ VS സുനിൽകുമാറിനെയും K മുരളീധരനെയും ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വരാത്ത രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ലീഡ്. NDA സ്ഥാനാർത്ഥി എന്നതിലുപരി തന്റെ വ്യക്തിപ്രഭാവവും സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിനു പുറമെ സിനിമാ ലോകവും പ്രമുഖ താരങ്ങളും സുരേഷ് ഗോപിക്ക് ആശംസകളും അഭിനന്ദനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ചു. നിർമ്മാതാവായ G സുരേഷ്, നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ഇവർക്കു പുറമെ അനുശ്രീ, ഭാമ, ബീന ആന്റണി, മുക്ത തുടങ്ങിയവരും സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തി. ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി, തൃശ്ശൂരങ്ങെടുത്തു. നിറഞ്ഞ സ്നേഹമെന്നാണ് നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം, ഞങ്ങൾ ആഗ്രഹിച്ച വിജയം, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് സുരേഷേട്ട എന്നാണ് നടി ബീന ആന്റണി സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് കുറിച്ചത്. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം അനുശ്രീയും പങ്കുവച്ചിട്ടുണ്ട്. ബിഗ് ബ്രദർ അഭിനന്ദനങ്ങൾ, തൃശൂർ അങ്ങെടുത്തു എന്നാണ് മുക്ത കുറിച്ചിരിക്കുന്നത്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയക്കൊടി പാറിച്ചത്. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. മോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നാണ് വിജയത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത്. നിലവിലെ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ് തനിക്ക് വോട്ടായി ലഭിച്ചതെന്നും തൃശൂരിലെ വോട്ടർമാർ താനെന്ന വ്യക്തിക്ക് നൽകിയ സ്വീകാര്യതയാണ് വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിജയത്തിനായി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരോടും വോട്ടർമാരോടും നീതി പുലർത്തി കൂടെയുണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയൊന്നാകെ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെന്ന് വീട്ടിലെത്തി അഭിനന്ദനമറിയിച്ച കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ കൂടാതെ 2 പ്രമുഖ സിനിമാ താരങ്ങളും സ്ഥാനാർത്ഥിയായിരുന്നു. കൊല്ലത്ത് തന്നെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച കൃഷ്ണകുമാറും മുകേഷും. എന്നാൽ ഇരുവർക്കും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ല.